രാഹുൽ ഈശ്വർ എങ്ങനെ കാണുന്നു ശബരിമലയിലെ ഈ തട്ടിപ്പിനെ? മഞ്ജുഷ്, രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഏതൊരു അമ്പലം പള്ളിയാകട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട സേക്രഡ് റിലിക് അത് വളരെ സൂക്ഷ്മതയോടെയും വിശ്വാസതയോടെയുമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. കാര്യം സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല, അങ്ങ് നേരത്തെ വളരെ ശരിയായി പറഞ്ഞതുപോലെ വിശ്വാസികളുടെ സെന്റിമെന്റൽ വാല്യൂ, റിച്വലിസ്റ്റിക് വാല്യൂ, ഹെറിറ്റേജ് വാല്യൂ, ആന്റീക് വാല്യൂ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 25.4, 17.4 രണ്ടും കൂടി ചേരുമ്പോൾ 42.8 കിലോഗ്രാമിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോ 38.258 കിലോഗ്രാമിലേക്ക് അത് കുറഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 4.541 കുറവുണ്ട്. പിന്നീട് അദ്ദേഹം ഇതിൽ വീണ്ടും പണി ചെയ്തപ്പോൾ 38.653 എത്തി. അതായത് അങ്ങനെ നോക്കിയാൽ പോലും 4.147 കിലോഗ്രാമിന്റെ കുറവുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്, ഒന്ന്, ഒരു 39 ദിവസം ഗ്യാപ്പ് അദ്ദേഹം ചെന്നൈയിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ കൊടുക്കുന്നതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചെയിൻ ഓഫ് കസ്റ്റഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ എങ്ങനെ, എവിടെ പോയി, എവിടെ വെച്ചു തുടങ്ങിയ കാര്യങ്ങൾ. രണ്ട്, വളരെ പ്രധാനം, ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് 1999 30 കിലോഗ്രാം ഗോൾഡോളം ഉപയോഗിച്ചാണ് അന്ന് കാണുന്ന രീതിയിൽ സ്വർണം, അല്ലെങ്കിൽ ഇത് സ്വർണ്ണമയമാക്കിയതോ സ്വർണം ഗോൾഡ് ക്ലാഡ് ചെയ്തതോ മറ്റും. പക്ഷെ ഇപ്പോ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ രജിസ്റ്ററും മറ്റും അവൈലബിൾ അല്ല എന്നാണ്. അപ്പൊ ആൾക്കാർ അതിൽ എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പിന്നീട് ഇദ്ദേഹം എന്തിന് കള്ളം പറഞ്ഞു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യത്തിന് എന്തിന് കള്ളം പറഞ്ഞു എന്ന കാര്യം യാതൊരു സംശയമില്ല, പ്രസക്തമാണ്. സാധാരണ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയമില്ല. ഇപ്പം തിരുപ്പതിയിലെ ലഡ്ഡു ആകട്ടെ, ശബരിമലയിലെ ഈ സ്വർണം ആകട്ടെ, സാധാരണ വിശ്വാസികൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വിഷമവും വേദനയുമാണ് ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പോൾ ദേവസ്വം ബോർഡിന് ഒരു ഓണസ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വിവാദങ്ങൾക്ക് അതീതമായി ഇത് കൊണ്ടുപോകാൻ. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇന്നലെ കൃത്യമായി ഹൈക്കോടതി സുവോമോട്ടോ കേസ് കൂടി എടുത്താണ് നമ്മൾ ഓർക്കണം. സ്വമേധയാ കേസെടുത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നത്. ഹൈക്കോടതി പറയുന്നത് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഒരു ആക്യുറേറ്റ് ഡിജിറ്റൈസ് റെക്കോർഡ് ഓഫ് ദി ഡിറ്റീസ് പ്രോപ്പർട്ടി. അയ്യപ്പന്റെ, ധർമ്മശാസ്താവിന്റെ പ്രോപ്പർട്ടി കൃത്യമായി ഡിജിറ്റൈസ് റെക്കോർഡ് വേണം. മിസ്യൂസും പിൽഫറേജിനും എതിരെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പബ്ലിക് ഡിസമേഷനും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്റേണൽ സേഫ് ഗാർഡിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ദേവസ്വം ബോർഡ് പറയേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് ആ ക്ലാരിറ്റി ആ കാര്യങ്ങളിൽ വരണം. വേണ്ട രീതിയിൽ പ്രോസസ്സും പ്രൊസീജിയറും ഇല്ലെന്നുള്ളതാണ് ലഭ്യമായ പബ്ലിക് ഡൊമൈനിലെ ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കൊക്കെ വേദന, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ? ഇത് ഈ സ്വർണ്ണ തട്ടിപ്പ് അതാകാനുള്ള വഴി താങ്കൾ കാണുന്നുണ്ടോ? ചില വാക്കുകൾ ബോധപൂർവം ഉപയോഗിക്കാത്തതും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പേര് അത് വെളിയിൽ വരുന്നത് വരെ മനഃപൂർവ്വം പറയാത്തതുമാണ്. റീസൺ വേറൊന്നും കൊണ്ടല്ല, ഇതൊക്കെ വിശ്വാസ സംബന്ധമായ സെൻസിറ്റീവായ കാര്യങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ലേ രാഹുൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ്. തീർച്ചയായും വളരെ വേദനയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലെ ആൾക്കാർക്ക് അത്രമാത്രം കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസ കേന്ദ്രമല്ലേ. അതുകൊണ്ട് കുറെ കൂടെ സീരിയസും അവധാനതയോടുകൂടി ഈ കാര്യം ചെയ്യുകയും കൃത്യമായ ഡോക്യുമെന്റ് വരികയും വേണം. ദേവസ്വം ബോർഡിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIO വരുന്നത് എന്റെ പെറ്റീഷനിലാണ്. എന്റെ ഡ്രൈവറായിരുന്ന വിഷ്ണുവിന്റെ പേരിൽ ഞാൻ പെറ്റീഷൻ കൊടുത്താണ്. അന്ന് രാമനായർ സാറൊക്കെ ഓർക്കും, മുരളി സാറായിരുന്നു, PRO മുരളി സാറിനെയാണ് അന്ന് PIO ആയിട്ട് നിയമിക്കുന്നത്. കാര്യം ഇതിനൊരു ട്രാൻസ്പെറൻസി വേണം. ആരെയും കുറ്റം പറയാനല്ല, ഇതിനൊരു ഡോക്യുമെന്റ് വേണം, ട്രാൻസ്പെറൻസി വേണം, കൃത്യമായ സ്ട്രക്ചർ വേണം, സിസ്റ്റം വേണം. നമ്മുടെ പല ക്ഷേത്രങ്ങൾക്കും, അത് ആരെയും കുറ്റമല്ല, നമ്മുടെ ഹിന്ദുക്കളുടെ, വിശിഷ്യ ഹിന്ദുക്കളുടെയും വിശാലാർത്ഥത്തിൽ മലയാളികളുടെയും പ്രശ്നമാണ്. വേണ്ട രീതിയിൽ നമുക്കൊരു ഡോക്യുമെന്റും സ്ട്രക്ചറും ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ല എന്നുള്ളത് വേദനാജനകരമായ ഒരു സത്യമാണ്. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, ശരിക്കും തിരുപ്പതിയിലൊക്കെ പോയാൽ നമുക്ക് യഥാർത്ഥത്തിൽ അസൂയയാണ് വരുന്നത്. നമുക്കൊരുതരം ജലസിയും അസൂയയും വരും. എത്ര നന്നായിട്ടാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ ഒരു അവസരമായിട്ട് ഇതെടുക്കണം. ഒരു വേക്കപ്പ് കോൾ ആണ്. ഹൈക്കോടതി തന്നെ സ്വമേധയാ കേസെടുത്ത് മുമ്പോട്ട് വന്നിരിക്കുമ്പോൾ അതിന്റെ സീരിയസ്നെസ് വേക്കപ്പ് കോൾ അല്ലല്ലോ. ഇത് തട്ടിപ്പ് നടത്തിയവർ നിയമത്തിന്റെ മുന്നിൽ വരണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇതൊക്കെ സാധ്യമാകുമെന്ന് കരുതാനാവില്ലല്ലോ. അല്ല, ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് ഉണ്ടല്ലോ. ഹൈക്കോടതി സ്വമേധയാ കേസ് എടുക്കുമെന്ന് പറയുമ്പോൾ അവിടുത്തെ 0.1 ഗ്രാം പോലും പോയിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആണ്. കാര്യം നമ്മുടെ ഒരു ചരിത്രവും ആചാരവും എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇറങ്ങുമ്പോൾ കാല് വെളിയിൽ തട്ടും. അതായത് കാല് വെളിയിൽ പോകുന്നതിന് മുമ്പേ അകത്ത് തട്ടും. അതിൽ നിന്ന് ഒരു മണൽത്തരി പോലും വെളിയിൽ പോകരുത്. ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ ശ്രീ രാഹുൽ. ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ ഈ 4 ഉത്തരവുകൾ വന്നിട്ടുണ്ടല്ലോ 4 ദിവസമായിട്ട്. അതിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾ 2023 പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് എന്തൊക്കെയാണ്? ജപമാല, യോഗദണ്ഡ്, മുദ്രമാല, അല്ലെ? ഇങ്ങനെ 3
അല്ലേ? ഇതിലെ എനിക്ക് വേദനാജനകമായി ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യവും ഒരുപക്ഷെ പൊതുസമൂഹം ക്ലാരിറ്റിയോട് ചിന്തിക്കേണ്ടതും 1999 അങ്ങനെ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി എന്നുള്ളതാണ് ലഭ്യമായ എല്ലാ വിവരവും. ഇപ്പോ അങ്ങനെ നടത്തിയില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ വേറെ താല്പര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതിലൊരു കാര്യമുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഇത് ഇവിടുന്ന് അങ്ങോട്ട് കടത്തുക കേരളത്തിന് വെളിയിലേക്ക്, അതേ സംശയിക്കാൻ പറ്റുകയുള്ളൂ. അതെ, അപ്പൊ അതാ പറഞ്ഞത്, ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ ഇതിന് ക്ലാരിറ്റി വേണം. അങ്ങനെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ട്, റെജി ലൂക്കോ സാർ അല്ല, ബാക്കി ചിലരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പോലും മറുപടിയില്ല. ഞാൻ പറഞ്ഞത് പത്മകുമാറിന്റെ ഒരു കാര്യമാണ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ. ഇത് ശ്രീ ഷാബു പ്രസാദ്, ഇത് ഇല്ലാത്ത കാര്യം അല്ല, ഉള്ള കാര്യം, അതായത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് എന്നുള്ള കാര്യം അറിയാവുന്നിട്ടും അത് കോപ്പർ പ്ലേറ്റ്സ് ആണെന്ന് പറഞ്ഞത്, അത് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കടത്താൻ വേണ്ടി തന്നെയാണല്ലോ, അല്ല എന്നെങ്ങനെ പറയാനാകും? പിന്നെ റെജി പറയുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പച്ചവെള്ളം ചവച്ചരച്ച് കഴിക്കുന്നയാളാണെന്നാണ്. ഒന്നും അദ്ദേഹത്തെ കുറ്റം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, എനിക്ക് തോന്നുന്നില്ല. മഞ്ജുഷേ, നോക്കൂ, നമ്മള് ഈ ചില വാക്കുകളിലൂടെ നമുക്ക് ക്ലാരിറ്റി വേണം, അന്വേഷിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മള് എത്ര വലിയ ഒരു ക്രിമിനൽ കുറ്റത്തിനെയാണ് നമ്മൾ ലഘൂകരിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ ഈ ഒരു ചർച്ചയിൽ തന്നെ നോക്കൂ, അത് ശബരിമല സന്നിധാനത്ത് നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന അവിടെ നിന്നുള്ള ആ പ്രോപ്പർട്ടി, സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെടുക, സർവമാന നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുക, എന്നിട്ട് മാറ്റി തിരിച്ചു കൊണ്ടുവയ്ക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ചില്ലറ കളിയാണോ ഇത്? എന്നിട്ട് നമ്മൾ പറയും, ഇത് ചോദിക്കുന്ന സമയം നടക്കുന്ന കാര്യമാണോ ഇത്? ഒരു വലിയ ചെയിൻ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടില്ലേ? ഇപ്പം ഇനി ശരി, ഇപ്പോഴത്തെ പ്രശാന്ത് അങ്ങനെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവനാണെങ്കിൽ അയാൾ പറയേണ്ട കൃത്യമായിട്ടെങ്കിൽ എന്താണ് ഇവിടെ പ്രശാന്തിന് മറച്ചു വെക്കാനുള്ളത്? എന്താണ് ഇവിടെ സർക്കാരിന് മറച്ചു വെക്കാനുള്ളത്? ഇവിടെ ഇപ്പൊ ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത് ആരെങ്കിലും അറിയുക പോലും ചെയ്യും? മഞ്ജുഷേ, ഇത് എന്തൊരു ഭീകരതയാണിത്, എന്തൊരു ഭീകരമായ അവസ്ഥയാണിത്. ഈ ദേവസ്വം ബോർഡും ഈ സർക്കാരും കൂടി നടത്തുന്ന ഒരു മാഫിയ സംഘമാണ് അവിടെ ഈ കളികൾ നടത്തുന്നത്. സത്യത്തിൽ മാഫിയ സംഘം. വേറെ ചില സംശയങ്ങളുണ്ട്. ഈ ഒരു പീഠം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നിട്ട് ആ പീഠമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു അത് മോഷണം പോയി എന്ന്. അത് പിന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നു. ഈ വാസുദേവൻ എന്നുള്ളയാൾ കോട്ടയത്തെ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങളാണ്.